ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ശാസ്താംകോട്ട ഭരണിക്കാവ് ചെക്കുള്ള റോഡിലായിട്ടാണ്. ഞാൻ ഇന്ന് കാണിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിട്ടുള്ള നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കോഡ് സെറ്റിന്റെ കളക്ഷൻസ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള മോഡലാണ് കേട്ടോ. റയോൺ ആണ് ഫാബ്രിക്. നമ്മുടെ കോട്ടണുമായിട്ട് സിമിലാരിറ്റി വരുന്ന രീതിയിലുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് മെറ്റീരിയൽ വന്നേക്കുന്നത്. വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങിയൊന്നും പോവില്ല. അത് മാത്രമല്ല നമുക്കൊരു ബോഡി എന്താ പറയാ ഈ ഒരു പോപ്കോൺ ടൈപ്പോ അല്ലെങ്കിൽ ഇലാസ്റ്റിക് ടൈപ്പ് ഒക്കെ ബനിയൻ ടൈപ്പ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ബോഡി കംഫർട്ടബിൾ അല്ലാത്തതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു മോഡൽ വന്നേക്കുന്നത്. നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം, ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലാണ്. ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുമാണ് വന്നേക്കുന്നത്. ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് 850 ആണ്. 850 ആണ് ഇതിന്റെ പ്രൈസ്. 3XL സൈസ് വരേക്കും അവൈലബിൾ ആണ് കേട്ടോ. LXL, XXL, 3XL സൈസ് വരേക്കും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യുക. ചൈനീസ് നെക്ക് ആണ് കൊടുത്തേക്കുന്നത്. ഫുള്ളി ഓപ്പണബിൾ അല്ല, ബട്ടൺ ക്ലോസ്ഡ് ആയിട്ടുള്ള ബട്ടൺ ആണ്. പക്ഷെ ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ്. ഈ ഒരു 2 ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഫീഡ് ചെയ്യുന്നവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സ്ലീവിന്റെ എൻഡിലായിട്ട് ഇതുപോലെ ഇലാസ്റ്റിക് ആണ് വന്നേക്കുന്നത്. സെമി പലാസോ ബോട്ടോ ആണ്. ഫ്രണ്ടിലായിട്ടും ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. സൈഡിലും സ്ലിറ്റ് വരുന്നുണ്ട്. പക്ഷെ സ്ലിറ്റ് ഒരുപാട് എന്താ പറയാ കേറിയിട്ടുള്ള രീതിയിലല്ല, അത്യാവശ്യം ഇറങ്ങിയിട്ടുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ സൈഡ് ഓപ്പൺ ഒന്നും അധികം യൂസ് ചെയ്യാത്തവർക്കും ഒരു കംഫർട്ടബിൾ ആവുന്ന രീതിയിലാണ് കേട്ടോ ഇത് വന്നേക്കുന്നത്. അപ്പോ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡ് ആണ് കേട്ടോ. ഒരു ഡാർക്ക് നമ്മുടെ ഒരു കോഫി ബ്രൗണുമായിട്ട് സിമിലാരിറ്റി വരുന്ന രീതിയിലുള്ള ഒരു പർപ്പിൾ ആണ് ഷെയ്ഡ്. പാന്റ് സെമി പലാസോ ആണ്. ചിലര് വീഡിയോയിൽ കമന്റ് കണ്ടിട്ടുണ്ട്, XXL ആണോ വീഡിയോയിൽ കാണിക്കുന്നത്, ഇതിന് വീതി ഇല്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് കാണാറുണ്ട്. നമ്മള് ഒരു സൈസ് മാത്രം എടുത്തിട്ടല്ല, നമ്മൾ കുറച്ച് പീസ് എടുത്ത് വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. ഇതൊന്നും ചിലപ്പോൾ 3XL ആവണം എന്നില്ല. ചിലപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ പറയും ഇത് 3XL ആണെങ്കിൽ ഇതിന് വീതി ഇല്ലാന്ന്. ഇതിന്റെ സൈസ് XL ആണ്. ചിലപ്പോൾ ഞാൻ നെക്സ്റ്റ് പീസ് എടുക്കുന്നത് വേറൊരു സൈസ് ആയിരിക്കും. അപ്പോൾ വീഡിയോയിൽ കാണുന്ന സൈസ് ഏതെങ്കിലും സൈസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്, അല്ലാതെ ഏറ്റവും വലിയ സൈസ് നോക്കിയിട്ടൊന്നും അല്ല എടുക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഒരു പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള രീതിയിലുള്ള ഗ്രീൻ ആണ് കേട്ടോ കളർ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? 3XL നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 3XL ആയാലും 2XL ആയാലും അതിന്റെ കറക്റ്റ് മെഷർമെന്റ് തന്നെ ഉണ്ടാവും. അതിൽ എന്തെങ്കിലും മെഷർമെന്റ് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ എടുക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ XXLന്റെ ചെസ്റ്റ് സൈസ് 42 ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറിനോട് പ്രത്യേകം പറയും XXL ചെസ്റ്റ് സൈസ് 42 ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓർഡർ എടുക്കുക. അപ്പോൾ നമ്മൾ XXL കൺഫേം ആയിട്ടും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സൈസ് അതിനുണ്ടാവും കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു ഡാർക്കർ ആയിട്ടുള്ള പർപ്പിൾ ആണ്. ഇതിൽ പർപ്പിൾ ഷെയ്ഡ് ആണ് കേട്ടോ. പ്രിന്റുകൾ വ്യത്യാസമായിട്ട് പർപ്പിൾ ഷെയ്ഡുകളാണ് ഇതിൽ വന്നിരിക്കുന്നത് ഫുള്ള്. ഇത് കുറച്ച് വലിയ പ്രിന്റ് ആണ് വരുന്നത്. ഇതിന്റെ തന്നെ നമ്മൾ ലോങ് ഗൗണ് നമ്മൾ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പർപ്പിളിൽ തന്നെ ഒരു പ്രിന്റ് വ്യത്യാസപ്പെടുത്തിയിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഒരു കോഫി ബ്രൗൺ പർപ്പിൾ ആണ് കേട്ടോ, അല്ലാതെ നമ്മുടെ ഒരു ബ്രൈറ്റ് പർപ്പിൾ അല്ല. എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു പർപ്പിൾ അല്ല ഇത്. അപ്പോ ഇതിന്റെ സൈസ് ഞാൻ പറഞ്ഞു LXL, XXL, 3XL സൈസ് വരേക്കും അവൈലബിൾ ആണ്. അപ്പോൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഷോപ്പിൽ വന്നാൽ ഐറ്റം പർച്ചേസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.